നമസ്കാരം. പല കാര്യങ്ങൾ നോക്കുമ്പോൾ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം ശുഭകരമായിരുന്നു. സെലിംഗം ആരംഭിക്കുന്നു. ഏറ്റവും കൂടുതൽ കപ്പലുകൾ എത്തിയ മാസം എന്ന് വേണമെങ്കിൽ പറയാം. പൂർണ്ണമായും വന്നുപോയ കപ്പലുകളുടെ എണ്ണം പരിഗണിക്കുമ്പോൾ ജനുവരിക്ക് തുല്യമായ 62 കപ്പലുകളാണ്. പക്ഷേ 30-ാം തീയതി 2 കപ്പലുകൾ കൂടി ബർത്തിലുണ്ടായിരുന്നത് കണക്കാക്കുമ്പോൾ 64 കപ്പലുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അങ്ങനെ ഏറ്റവും കൂടുതൽ കപ്പലുകൾ വന്ന മാസം എന്ന നിലയ്ക്ക് ഏപ്രിൽ ശ്രദ്ധേയമാകുന്നു. അതിനേക്കാൾ മെച്ചമായത് 21.40 21 മണിക്കൂറും 40 മിനിറ്റുമാണ് ടേൺ അറൌണ്ട് ടൈം. കപ്പലുകളെ വളരെ വേഗത്തിൽ ബർത്ത് ചെയ്യുകയും അൺബർത്ത് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. എല്ലാം 23, 22 ആയിരുന്നെങ്കിൽ ഇത്തവണ 21.40 മണിക്കൂർ. വളരെ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് ടേൺ അറൌണ്ട് ടൈമിൽ സംഭവിച്ചിരിക്കുന്നത്. പോർട്ട് യൂട്ടിലൈസേഷൻ 93.65%. അതിൽ അവസാനത്തെ 2 ദിവസങ്ങൾ 28, 29 നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, കുത്തനെ താഴോട്ട് പോയി. ബർത്ത് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. നമ്മുടെ തരൂർജിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ 100 കപ്പലുകളിൽ 2 പ്രവേശിപ്പിക്കാവുന്ന 2 or 4 പ്രവേശിപ്പിക്കാവുന്ന ദിവസമായിരുന്നു. മാസത്തിലെ അവസാന ദിവസങ്ങളായ 28ഉം 29ഉം. പിന്നെ ഒരു ശുഭകരമായ കാര്യം, ഇന്നലെ ആദ്യ ദിവസം 3 കപ്പലുകളെ ബർത്ത് ചെയ്തതാണ്. മോണിക്ക 3, സഫീൻ, പയനിയർ, DIF ബർത്തിൽ 3 കപ്പലുകൾ ഉണ്ടായിരിക്കുമ്പോഴാണ് ഈ പ്രസന്റേഷൻ എടുക്കുന്നത്. ഇത്രയുമാണ് തുടക്കത്തിലുള്ള ശുഭകരമായ വാർത്ത. ഇനി നമുക്ക് മറ്റൊരു ശുഭകരമായ വാർത്തയിലോട്ട് വരാം. ഇവിടെ കോലാഹലമായിരുന്നല്ലോ. എൽസ 3 മുങ്ങിയ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയായി, മീനുകളെല്ലാം വിസ എടുക്കാതെ സ്ഥലം വിട്ടു തുടങ്ങിയതായിരുന്നല്ലോ. CMFRAയുടെ കണക്ക് പ്രകാരം 2% കൂടി. കേരളത്തിലെ ഉൽപാദനം 2% കൂടി. 6.24 ലക്ഷം ടണ്ണാണ് 2025 കണക്ക്. 2025 കപ്പല് മുങ്ങിയത് എൽസ 3. മുൻവർഷത്തെക്കാൾ 2% കൂടുതൽ. 2024 2% കൂടിയതാണ്. മെച്ചപ്പെട്ട പ്രവർത്തനമാണ് മത്സ്യമേഖല നൽകിയിരിക്കുന്നത്. രാജ്യത്ത് തന്നെ 17%. രാജ്യത്തെ ആകെ ഉൽപാദനത്തിന്റെ 17%. അതേസമയത്ത് കാലാവസ്ഥയിൽ ഗുജറാത്തിന്റെ കടലും നമ്മുടെ കടലും ഒക്കെ ഒരുപോലെ പ്രവർത്തിക്കുന്നതാണല്ലോ. കാലാവസ്ഥാ മാറ്റം കാരണം ഗുജറാത്തിൽ 15% കുറവുണ്ടായി. പക്ഷെ അതേ കാലാവസ്ഥ തന്നെയാണ് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നത്. എന്നാലും നമ്മുടെ ഉൽപാദനം 2% കൂടി. നമ്മുടെ ഒരു പ്രേക്ഷകനുണ്ട്, വർഗീസ് ജോൺ. അദ്ദേഹം എഴുതി, ഡെസ്പൈറ്റ് ഹെവി റെയിൻസ് ആൻഡ് മാരിടൈം ആക്സിഡന്റ് ദ ഫിഷ് yield was not affected. Proof that the maritime accident was overhyped. എൽസ 3 മുങ്ങിയപ്പോഴത്തേക്കും പ്രചരണം നടത്തി ഈ മത്സ്യത്തൊഴിലാളികളെയും ഈ സമൂഹത്തെയും മത്സ്യം കഴിക്കാൻ കൊള്ളില്ല, മത്സ്യങ്ങളെല്ലാം നാടുവിട്ടു എന്നൊക്കെ പറയുന്ന തരത്തിൽ ജനങ്ങളെ പേടിപ്പിച്ച, ഓവർ ഹൈപ്പ് ചെയ്ത വാർത്ത തെറ്റാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. വർഗീസ് ജോണിന്റെ നിരീക്ഷണത്തോട് മലയാള പത്രവും, ഏത് പത്രമാണെന്ന് എനിക്കറിയില്ല, കട്ടിങ് അയച്ചു തന്നിട്ടുണ്ട്. ശക്തമായ മഴയും കപ്പൽ അപകടവും കാരണം മെയ്, ജൂൺ മാസങ്ങളിൽ കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ മത്സ്യബന്ധന ദിവസങ്ങളിൽ കുറവുണ്ടായിട്ടും മൊത്തം മത്സ്യലഭ്യത കുറയാതെ പിടിച്ചു നിന്നു. അപ്പോൾ വ്യാജമായ വാർത്തകൾ നൽകി ജനങ്ങളെ പേടിപ്പിച്ച് സർക്കാരുകളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനത്തിൽ നിന്ന് ഇനിയെങ്കിലും പിന്മാറണം, ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നാണ് ഈ കണക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോഴും പിന്മാറാത്ത ചിലരുണ്ട്. നമ്മുടെ തുറമുഖം ഇപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ അന്നം മുട്ടിക്കുകയാണ്. മത്സ്യലഭ്യതയിൽ കുറവാണ് എന്ന് പറയുമ്പോൾ ഈ 2% വർധനവിന്റെ കണക്കിന് പുറമെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു കണക്കുണ്ട്. നേരത്തെ സെലിംഗം പറഞ്ഞോന്ന് ഓർമ്മയില്ല. പോർട്ടിന്റെ നിർമ്മാണം കപ്പലുകൾ വരുന്നതിന് മുമ്പുള്ള 2014-15 വർഷം, 2015 ആദ്യത്തെ കപ്പൽ, 2015 നിർമ്മാണം തുടങ്ങുന്നത്. 2015 അല്ല,
2016 ആദ്യ മാസങ്ങളിൽ, ജനുവരിയിലെന്ന് പറയാം കൃത്യമായിട്ട്, 2015 ഡിസംബർ 5 നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നടന്നു. ആ വർഷം, അതിന് തൊട്ടു മുമ്പുള്ള വർഷം 2014-15 തിരുവനന്തപുരത്ത് മാത്രം പിടിക്കപ്പെട്ട മത്സ്യം 33,308 മെട്രിക് ടണ്ണാണ്. 33,308. കൃത്യമായും പോർട്ടിനെ സ്നേഹിക്കുന്ന ആളുകൾ ഈ കണക്കുകൾ മനസ്സിൽ കുറിച്ചിടണം. പിടിച്ച മത്സ്യം നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ്, പോർട്ടിന്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് 33,308 മെട്രിക് ടൺ ആയിരുന്നെങ്കിൽ 2023-24 പോർട്ടിന്റെ പണിയും പൂർത്തിയായി കപ്പലുകളും വന്നു തുടങ്ങിയ വർഷത്തിൽ നേരെ ഇരട്ടി 100% വർധനവ്. 100%. 66,172 മെട്രിക് ടൺ. 100%. അപ്പൊ ഈ പോർട്ട്, കപ്പലുകളെല്ലാം മത്സ്യബന്ധനത്തിന് അനുകൂലമാണ്. എതിരെന്നല്ല, ആ വാക്കുപയോഗിക്കാൻ പാടില്ല, അനുകൂലമാണ്. അതിന് കാരണം എന്താണ്? ഇത്തവണ മത്സ്യം ഏറ്റവും കൂടുതൽ പിടിച്ചത് എറണാകുളം ജില്ലയിലാണ്. കാരണം എന്താണ്? അവിടെ 100 വർഷമായിട്ട് പോർട്ടുണ്ട്, കപ്പലുകൾ തുരുതുരെ വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും 100 പോർട്ടിന്റെ നിർമ്മാണവും നിർമ്മാണം കഴിഞ്ഞ കാലയളവും തമ്മിൽ നോക്കുമ്പോൾ 100% വർധനവ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും പോർട്ടിനെ ആക്രമിക്കുവാൻ മത്സ്യത്തൊഴിലാളികളെ പേടിപ്പെടുത്തുന്ന കണക്കുകൾ പ്രചരിപ്പിക്കുന്നവർ, ഈ കണക്കുകൾ, ഇത് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഈ ഔദ്യോഗിക കണക്കുകൾ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പൊള്ളയായ വാദങ്ങൾ ഇപ്പോഴും നിരത്തുവാൻ എന്നാണ് സെയിലിംഗ് കമന്ററിക്ക് പറയുവാനുള്ളത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അദാനി ഗ്രൂപ്പിന്റെ അവരുടെ വാർഷിക റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. കാരണം നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാചകമാണത്. അതുകൊണ്ട് നമ്മളത് ആവർത്തിച്ച് തന്നെ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കണം. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് സാമ്പത്തിക വർഷം മുഴുവനുണ്ടായ വരുമാനം, ലാഭം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, വിത്ത് ദ സെക്കൻഡ് ഫേസ് കമൻസിംഗ് ഇറ്റ്സ് കപ്പാസിറ്റി ഈസ് സെറ്റ് ടു എക്സ്പാൻഡ് to 5.7 million TEUs, the company said. നമ്മുടെ തുറമുഖത്തിന്റെ രണ്ടാം ഘട്ടം 5.7 മില്യൺ, 57 ലക്ഷം എന്നുള്ള കണക്ക് അവര് ആവർത്തിച്ച് ഉറപ്പാക്കുകയാണ്. നമ്മളിനി എന്താണ് ചെയ്യണം? അവരവരത് ജോലി ചെയ്യും. നമ്മളിനി അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. 57 ലക്ഷം എന്നുള്ള അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രവർത്തനത്തിലോട്ട് അദാനി ഗ്രൂപ്പ് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഔട്ടർ ഹാർബർ എന്ന് പറയുന്ന പ്രവർത്തനത്തെക്കുറിച്ച് പഠനവും ഗവേഷണവും പെർമിഷനുകൾ, അതിന്റെ എൻവയോൺമെന്റ് സ്റ്റഡീസ് പോലുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ ആരാണ് പ്രൈവറ്റ് പ്ലെയർ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ജനങ്ങളുടെ പങ്കാളിത്തം ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ ഉറപ്പാക്കണം. ആദ്യഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ജനകീയ പങ്കാളിത്തത്തോടെ വേണം ഔട്ടർ ഹാർബർ എന്ന് പറയുന്ന ആശയം നടപ്പാക്കുവാൻ. ഇവിടെ നമ്മുടെ തുറമുഖത്തിന്റെ പ്രസക്തി കൂടുതൽ പഠിപ്പിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു ട്രാക്കത്തോൺ കാസർഗോഡ് നിന്ന് ഫൈസൽ അയച്ചിട്ടുണ്ട്. ആദ്യ ദിവസം തന്നെ, ഈ മാസത്തെ മെയ് മാസത്തിലെ ആദ്യത്തെ ട്രാക്കത്തോൺ വരുന്നത് കാസർഗോഡ് നിന്നാണ്. കണ്ടെയ്നർ ഇന്നലെ അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ മംഗലാപുരത്തോട്ട് പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ എവിടെ നിന്നാണ് വരുന്നത്? അവസാനം പറയാം ദിവസങ്ങൾ എത്രയാണെന്ന്. അമേരിക്കയിലെ പോർട്ട് എവർഗ്ലേഡ്സ്, അത് കഴിഞ്ഞ് 3 ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ട്. മിയാമി പോർട്ട്, അത് കഴിഞ്ഞ് മെക്സിക്കോയിലെ വെറാക്രൂസ്, അവിടെ ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ട്. മെക്സിക്കോയിലെ വെറാക്രൂസ് ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ വരുന്നത് അബുദാബി, അവിടെയും ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കൊളംബോ, അവിടെയും ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കൊച്ചി, അവിടെ നിന്ന് മംഗലാപുരം. എടുത്തത് 108 ദിവസം. അത് മാത്രമല്ല, ഇത് പുറപ്പെട്ട ദിവസം ഞാൻ എഴുതി കാണിക്കാം. ഞാനത് രേഖപ്പെടുത്തിയില്ല, മൊബൈലിലാണത്, അല്ലെങ്കിൽ ഞാൻ കാണിക്കാം. പ്രധാനപ്പെട്ട ഒരു വിവരം, നമ്മൾ ഇത്രയും നാളും പറയാത്ത ഒരു വിവരം കൂടി ട്രാക്കത്തോളിൽ നിന്ന് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും അത് ഇതുവരെയും പറയാൻ കഴിഞ്ഞിട്ടില്ല. 13/1/26 കണ്ടെയ്നർ, MT കണ്ടെയ്നർ ഈ എവർഗ്ലേഡ്സിലെ കസ്റ്റമറിന് അയച്ചു കൊടുത്തത്. അപ്പൊ അത് മുതൽ 14/1/26 പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന തീയതി എന്ന് പറയുന്നത് കണ്ടെയ്നർ, MT കണ്ടെയ്നർ അയച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ട്
പ്രൈസ് കാൽക്കുലേഷൻ തുടങ്ങുക. അപ്പോൾ 108 ദിവസം മീറ്റർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇവിടുന്ന് അമേരിക്കയിലോട്ട് പോകുന്നത് 25 ദിവസം. 28 ദിവസത്തിനകം ഈ പറയുന്ന മെക്സിക്കോ എന്ന് പറയുന്ന ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുകയും ട്രംപ് പേര് തിരുത്തുകയും ചെയ്ത ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന അവിടെയാണ് ഈ പറയുന്ന എവർഗ്ലേഡ്സും മിയാമിയും വെറാക്രൂസും ഒക്കെ. അവിടെ നിന്ന് 29 ദിവസം അല്ലെങ്കിൽ 28 ദിവസത്തിനകം എത്താവുന്ന ഒരു ചരക്കാണ് 108 ദിവസം എന്ന് പറയുമ്പോൾ 108 ദിവസവും ഈ മീറ്റർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഓർത്തു. ട്രംപ് തന്നെ ഹോർമൂസിന്റെ പേര് മാറ്റി, ട്രംപ് സ്ട്രെയിറ്റ് എന്നാക്കി. സ്ട്രെയിറ്റ് ഓഫ് ട്രംപ്. ഒരു ജർണോളജി വേണ്ടി അതുകൂടി ഈ അവസരത്തിൽ ഷെയർ ചെയ്തതേ ഉള്ളൂ. നമുക്ക് പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ വരുന്ന മംഗലാപുരത്തോട്ട് വരുന്ന ഒരു കാർഗോ 108 ദിവസം വൈകി വരുമ്പോൾ നമ്മുടെ വ്യാപാരത്തെയും വ്യവസായത്തെയും GDP-യെയും അത് വളരെ സാരമായി ബാധിക്കും. അതുകൊണ്ട് അത് തിരുത്തണമെന്ന് പറഞ്ഞാൽ ഗേറ്റ് തുറക്കണം.